ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. ഈ Q&A നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സിറംസ് ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? രണ്ടാമത്തെ, സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിൻ പിമ്പിൾസ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് അത് മാറാതെ കൂടുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്, അതെന്തുകൊണ്ട്? മൂന്നാമത്, നമ്മുടെ ഫേസിൽ വരുന്ന ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് എങ്ങനെ മാറ്റാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സിറംസ്, അതല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീൻസ്, അത് സിറം ഏത് സിറം ആയിക്കോട്ടെ, ഫേസ് സിറം ആയിക്കോട്ടെ, ഹെയർ സിറം ആയിക്കോട്ടെ, ഇതൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നു തുടങ്ങിയപ്പോഴെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സ്കിൻ വൈറ്റനിങ് ക്രീംസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് മുഖത്ത് മൂക്കുരു വന്ന് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാവർക്കും ഡൗട്ട്, ഈ നമ്മൾ സാധാരണ നമ്മൾ ബേസിക്കലി സ്കിൻ കെയറിലായിട്ട് യൂസ് ചെയ്യുന്ന സിറംസ്, അതായത് കോജിക് ആസിഡ് അല്ലെങ്കിൽ ആൽഫാർബിറ്റ്, നിയാസിനമൈഡ്, വിറ്റാമിൻ സി, റെറ്റിനോൾ, ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ ഉള്ളത് ഇല്ല. നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീംസും നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ സയന്റിഫിക്കലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയറും തമ്മിലൊരു നല്ല വ്യത്യാസമുണ്ട്. ആനയുറുമ്പ് നമ്മളുടെ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സും നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള എമൗണ്ടിലായിരിക്കില്ല ഉണ്ടാക്കുന്നത്, അതിൽ ഒരുപാട് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. മാത്രം നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത, അതായത് സൈഡ് എഫക്ട്സുകൾ തരുന്നു എന്ന് പറയുന്ന പ്രൊഡക്ട്സ് പോലും ഇവർ ഇതിനകത്ത് യൂസ് ചെയ്യും. പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് പോലും നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യും. നമ്മൾ നോർമൽ സ്കിൻ കെയറിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുള്ള FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. അത്ര തന്നെ ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതിൽ ഇതിന്റെ ബേക്കിൽ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ പോണില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ സാലിസിലിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓയിൽനെസ് മാറ്റാൻ വേണ്ടി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മുടെ സ്കിൻ ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലൈഫ് ലോങ് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത്, നമുക്ക് വിശപ്പ് പോകുന്നത് നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചു. അപ്പൊ ആ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ വിശപ്പ് പോകത്തല്ലേ ഉള്ളൂ. വീണ്ടും നമ്മുടെ സ്കിൻ വർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ബോഡി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കത്തില്ല. അതുപോലെയാണ് വീണ്ടും നമ്മുടെ സ്കിൻ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡ് വേണം. സോ അത് നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. പക്ഷെ അത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലൈഫ് ലോങ് കിട്ടാൻ പോകുന്നില്ല. ഒരു കുപ്പിയൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് ആ ഒരു ലൈഫ് ലോങ് എഫക്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ കാര്യം എടുക്കുമ്പോൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോജിക് ആസിഡ്, അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ, അതല്ലെങ്കിൽ അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെച്ചു. നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യണം? വേണ്ട. നിങ്ങൾ ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മെലാസിൻ പോലെയുള്ള കണ്ടീഷനൊക്കെയാണ് ഉള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫാക്ടർ, ട്രിഗറിങ് ഫാക്ടർ? ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലുണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ ചൂട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ സൺ ഡാമേജ് കൊണ്ടായിരിക്കും. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് വന്നത് പോക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച സാധനം, അതായത് കോജിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരാനും പോകുന്നില്ല. അപ്പൊ അതാണ് ഡിഫറൻസ്. പിമ്പിൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമുക്കിപ്പം ടീനേജേഴ്സിന്റെ ടൈമിൽ വരുന്ന പിമ്പിൾസ് ആണെങ്കിൽ നമുക്ക് ബെൻസോയിൽ പെറോക്സൈഡ് ക്രീം, അതിലെ ടീനേജിന്റെ ഏജ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പിമ്പിളൊക്കെ, അതൊക്കെ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് പോകും. പിന്നെ നമുക്ക് പിമ്പിൾസ് വരാനുള്ള ഫാക്ടേഴ്സ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാനും പോകുന്നില്ല. അതുപോലെയല്ല ഇപ്പൊ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഓൾറെഡി നമുക്ക് പോസ് ഉണ്ട്, പോസിനകത്ത് ഡെഡ് സ്കിൻ ഒക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ആ പണ്ടത്തെ അത്രയും വരത്തില്ല. എന്നാലും കുറച്ചൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ പിന്നെ ഇപ്പം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നിയാസിനമൈഡ് നമ്മുടെ ഓപ്പൺ പോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയാസിനമൈഡ് ഒരു തരത്തിൽ നമ്മുടെ പോസിന് അപ്പിയറൻസ് ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വരെയായിരുന്നു. പക്ഷേ നിങ്ങൾ അതിന്റെ ഉപയോഗം നിർത്തുമ്പോഴത്തേക്ക് ഉണ്ടാവണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ പണ്ടത്തെ അത്രയും വേഴ്സ് ആവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ നോർമലായിട്ട് നിയാസിനമൈഡ് ഇല്ലാണ്ട് എങ്ങനെയാണോ സ്കിൻ വർക്ക് ചെയ്ത് അതുപോലെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് പറയും. ഇപ്പൊ ഒരു സാധനത്തിന് ഹെൽപ്പോടുകൂടി വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടും. ആ ഹെൽപ്പിംഗ് ഫാക്ടർ ഇല്ലാതാകുമ്പോഴത്തേക്ക് പഴയ പോലെ നടക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സാധനം ഈ പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അപ്പൊ കിട്ടിയ റിസൾട്ട് പിന്നെ ഫ്യൂച്ചറിൽ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കിട്ടണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് സിറംസ്, നമ്മളിപ്പോ ഹെയർ ഗ്രോത്ത് സിറം ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു, അപ്പൊ ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുടി പൊഴിഞ്ഞു പോകുന്ന വെച്ചാൽ അങ്ങനെ നേരത്തെ പോലെ അത്രയും പൊഴിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ സിറം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു കറക്റ്റ് റിസൾട്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പൊ ഉണ്ടായ ഒരു
ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് പിന്നെ ഈ സിറം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവണോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകത്തില്ല. പക്ഷെ അത് ഉപയോഗം നിർത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ള ഹെയർ പൊഴിഞ്ഞൊന്നും പോകാൻ പോണില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല, പക്ഷെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഴയ റിസൾട്ട് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ കിട്ടാനും പോണില്ല. എന്തൊക്കെ സിറംസും ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചാലും സൺസ്ക്രീൻ മാത്രം സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുരു വരുന്നു എന്നുള്ള കാര്യം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ pH ആൾട്ടർ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സിറമാണ്. അതൊരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. അതിന് ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു ഓയിൽ ലവിങ് എന്താ പറയുക ആസിഡ് ആണ്. അപ്പൊ നമ്മൾ പോസ്റ്റിലോട്ട് പോയിട്ട് സെബേഷ്യസ് ഗ്ലാൻഡിൽ ചെന്നിരുന്നിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും മാത്രമല്ല അതിനകത്തുള്ള സാധനങ്ങൾ ഡെഡ് സ്കിന്നിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കളയാനും സാലിസിലിക് ആസിഡിന് പറ്റും. പക്ഷേ സാലിസിലിക് ആസിഡ് ഒരു ഇന്റലിജൻസ് ഒന്നുമില്ല, നിങ്ങളുടെ സ്കിന്നിൽ ഇത്ര ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അപ്പൊ ഇത്ര വർക്ക് ഞാൻ ചെയ്താൽ മതി, അങ്ങനെയൊന്നും സാലിസിലിക് ആസിഡിന് അറിയത്തില്ല. നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചാണ് സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്. ഒരു കുട്ടിച്ചാത്തനപ്പൽ നമ്മൾ പറയാവുന്ന ജോലി അത് ചെയ്യും. അതിന്റെ ഭവിഷ്യത്തോ ബെനിഫിറ്റ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റോ ഒന്നും സാലിസിലിക് ആസിഡിന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ പോകാനാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഓയിൽനെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തെങ്കിലും അതിന്റെ ഉൾട്ടാ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ നല്ല എക്സസീവ് ആയിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി സാലിസിലിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യാൻ പാടില്ല. ഈ നല്ല ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല. എനിക്കറിയാം. അപ്പൊ നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ ചേച്ചി 2% സാലിസിലിക് ആസിഡ് 1% സാലിസിലിക് ആസിഡ് സിറം അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് ഡെയിലി യൂസ് ചെയ്തോ? നമ്മൾ 5% വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുന്നില്ലേ, നമ്മൾ 10% നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നില്ലേ? ഇൻഫാക്ട് കോജിക് ആസിഡ് പോലും നമ്മൾ 6% യൂസ് ചെയ്യുന്നുണ്ട്, 1% ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. സോറി, കോജിക് ആസിഡ് അല്ല, ഗ്ലൈക്കോളിക് ആസിഡ് 6% വരെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. പക്ഷെ അതേസമയം നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് 1% നമ്മൾ ഡെയിലി യൂസ് ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പറഞ്ഞുതരാം. സംഭവം നമ്മൾ ഓരോ സാധനത്തിനും ഓരോ കോൺസെൻട്രേഷൻ ഉണ്ട് നമ്മുടെ സ്കിന്നിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത്ര മാത്രമേ നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ 20% വിറ്റാമിൻ സി ആണെങ്കിലും 40% വിറ്റാമിൻ സി ആണെങ്കിലും ഞാനൊന്നും അത്ര പ്രിഫർ ചെയ്യുന്ന സാധനങ്ങളല്ല. 20% പിന്നെയും ലൈക്ക് ഇപ്പൊ ഞാൻ 20% ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 10 to 50 റേഞ്ചിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസേർഡ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ 20 യൂസ് ചെയ്തു എന്നും പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ ആവശ്യം നമുക്കിപ്പോ നമ്മുടെ സ്കിന്നില്ല, അതുകൊണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഗോസ്റ്റ് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് 12% നമുക്ക് അത്രയും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ മാത്രം യൂസ് ചെയ്താൽ മതി. അതുപോലെയാണ് നയാസിനമൈഡ്, ഏറ്റവും ലെസ് ഇറിറ്റേഷൻ തരുന്ന സാധനമാണ്. പക്ഷെ 10% നയാസിനമൈഡ് ഇറക്കി ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് പിമ്പിൾസ് അറിയാലോ. അപ്പൊ സംഭവം ഒന്നെന്ന് വെച്ചിട്ട് 10% നയാസിനമൈഡ് എന്ന് ആദ്യമായിട്ടല്ല ഒരു ബ്രാൻഡ് പുറത്തോട്ട് ഇറക്കിയതൊന്നും. ഇതിനു മുന്നേ ഓർഡറിയുടെ 10% നയാസിനമൈഡ് സിറം പ്ലസ് സിങ്ക് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. സ്കിൻ കെയറിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സിറം ആയിരുന്നു. മാത്രമല്ല അവരുടെ അത്രയും അത് ഗ്ലോ റെസിപ്പിയുടെ നയാസിനമൈഡ് സിറം ഒക്കെ ഭയങ്കര വൈറലായിട്ടുള്ള സാധനങ്ങളായിരുന്നു. സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അത്രയും ടോളറേറ്റിംഗ് ശക്തിയില്ല. എക്സാക്ട്ലി സെയിം ഗോസ് ടു സാലിസിലിക് ആസിഡ്. അത് ഈവൻ ദോ 1% ആണെങ്കിലും 2% ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് അത്രയും ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് അത്രയും ഒരു സാലിസിലിക് ആസിഡ് നമുക്ക് വേണ്ട. നിങ്ങൾ ഫേസ് വാഷിൽ പോലും നിങ്ങൾ 2% യൂസ് നമ്മൾ അപ്പൊ സ്പോട്ടിൽ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഡെയിലി 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്ക് വീക്ക്ലി വൺസ് ഒരു സാലിസിലിക് ആസിഡ് തരത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഫുൾ ഫേസിനില്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സാലിസിലിക് ആസിഡ് റൊട്ടീൻ ചോദിച്ചാൽ ഞാൻ സാലിസിലിക് ആസിഡ് എന്റെ ഫേസ് മൂക്കിന്റെ ഈ ഒരു ഓപ്പൺ പോസ് ഉള്ള ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ മാത്രമേ ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ കൂടുതലും പീലുകളാണ് ആ ഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡിപ്പെൻസ് ഇപ്പൊ അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഫസ്റ്റ് മനസ്സിലാക്കാം. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ വീക്കിലി 2 പ്രാവശ്യം നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളത് ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ വീക്കിലി വൺസ്. അതല്ല നിങ്ങളത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഓയിലി സ്കിൻകാരെ പോലെ അത്രയും ഫ്രീക്വന്റ് ആയിട്ട് 2 ടൈംസ് അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ മാക്സിമം 3 എന്ന് ഞാൻ പറയുന്നത് 2 ടൈം തന്നെ യൂസ് ചെയ്താൽ മതി. എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ നോർമൽ ടു കോമ്പിനേഷൻ 1. ഡ്രൈ സ്കിൻകാരും നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ മാത്രം എവിടെയാണോ വൈറ്റ് ഹെഡ്സ് അവിടെ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി.
അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിന് അത്ര ഇറിറ്റേഷൻസും പിമ്പിൾസും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ളിടത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ റിസൾട്ട് കിട്ടും, ഇല്ലാത്തടത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഓയിൽനെസ് കുറയുകയും സ്കിൻ ഡ്രൈ ആവുകയും അത് കാരണം പിമ്പിൾ ബ്രേക്ക്ഔട്ടും സ്കിൻ ബാരിയർ ഡാമേജും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് കാരണമാണ് മൂക്കിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ റീസൺ നോക്കുക. നിങ്ങൾ സാലിസിലിക് ആസിഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾ ഫേസ് ഫുൾ അപ്ലൈ ചെയ്യോ? വേണ്ട. നിങ്ങൾക്ക് എവിടെയാണോ ഇറിറ്റേഷൻ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആക്ടിങ് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. ഇല്ല നിങ്ങൾക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പറ്റി, കുഴപ്പമില്ല, യൂസ് ചെയ്തു. ഞാൻ പിമ്പിൾസ് വരുന്ന ആൾക്കാരുടെ കാര്യമാണ് എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണോ സാലിസിലിക് ആസിഡ് വേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതലായിട്ട് തോന്നുന്നത് അവിടെ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സാലിസിലിക് ആസിഡ് മാത്രം യൂസ് ചെയ്തിട്ട് കിടക്കരുത്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ വിറ്റാമിൻ സി സിറം, റെറ്റിനോൾ സിറം, അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറം, ലാക്ടിക് ആസിഡ് സിറം, പീലിംഗ് സൊല്യൂഷൻ, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ലാക്ടിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ എടുക്കുമ്പോൾ വിറ്റാമിൻ സി യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ അത് മോയ്സ്ചറൈസറിൽ വിറ്റാമിൻസിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ 1%-നൊക്കെ താഴെയാണെങ്കിൽ അത് നിങ്ങൾ സാലിസിലിക് ആസിഡ് അനക്കാൻ പോലും പോലില്ല. പക്ഷേ നിങ്ങൾ അതിന് റിസ്ക് എടുക്കാതെ വിറ്റാമിൻസ് ഇല്ലാത്തൊരു മോയ്സ്ചറൈസേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. ഹൈലോണിക് ആസിഡ് മോയ്സ്ചറൈസർ, സെറമൈഡ് മോയ്സ്ചറൈസർ ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ. അത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് ആ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്ന ദിവസം യൂസ് ചെയ്താൽ മതി, മൂക്കിൽ വരത്തില്ല. അടുത്ത് നിങ്ങൾ നോക്കേണ്ടത്, ഈ സെറം യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന BH എന്ന് എഴുതിയ ടോണർ ആണെങ്കിൽ ബേബി ടു ദ ടോണർ. സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന ദിവസം ആ ടോണർ യൂസ് ചെയ്യേണ്ട. ബേസിക്കലി ടോണർ ഫേസ് വാഷിൽ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ട, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഈ ആഴ്ച നിങ്ങൾ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്താൽ അടുത്ത ആഴ്ച 2 ദിവസം സാലിസിലിക് ആസിഡ് ടോണർ യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഇന്ന് സാലിസിലിക് ആസിഡ് ടോണർ, ഇന്ന് സാലിസിലിക് ആസിഡ് സെറം, നാളെ സാലിസിലിക് ആസിഡ് ടോണർ അങ്ങനെ യൂസ് ചെയ്ത് സ്കിൻ ബാരിയർ ഡാമേജ് ആവാൻ നിങ്ങൾ വേറെ എങ്ങുമ്പോൾ അത് തന്നെ മതി. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സാലിസിലിക് ആസിഡ് ഫേസ്, പ്രത്യേകിച്ച് ഇപ്പൊ ടീനേജേഴ്സുകാർ ഓയിൽനെസ് ഒക്കെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, സാലിസിലിക് ആസിഡ് ടോണർ, സാലിസിലിക് ആസിഡ് സെറം, സാലിസിലിക് ആസിഡ് മോയ്സ്ചറൈസർ എല്ലാം സാലിസിലിക് ആസിഡ് വാങ്ങിച്ചിരിക്കും. ഉണ്ടാവണ എന്താ, ഇത് നമ്മൾ ഡ്രസ് ഇടുന്ന പോലെ നമ്മൾ മാച്ചിങ് വളയും കമ്മലും മാല ഇടുന്നത് പോലെ അല്ല, ഇത് നമ്മുടെ സ്കിൻ അഫക്ട് ചെയ്യും. സോ അങ്ങനെ എല്ലാ സാലിസിലിക് ആസിഡ് മിനിമം 2% മാത്രം ടോളറേറ്റ് ചെയ്യേണ്ട സ്കിന്നിൽ നിങ്ങൾ ഡയറക്ട്ലി 5-10% കോൺസെൻട്രേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. നിങ്ങൾക്ക് മൂക്കുരു വന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ വേറെ എന്ത് ഭയങ്കര കട്ടിയുള്ള സ്കിന്നാണ്, അതുകൊണ്ട് മാത്രമാണ് വരാത്തത്. അപ്പൊ അങ്ങനെ 5% തൊട്ട് എത്തിക്കാതെ 2% സാലിസിലിക് ആസിഡ് വീക്ക്ലി വൺസോ, ഓയിലി സ്കിൻ ആണെങ്കിൽ, നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ വീക്കിലി വൺസ്, എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും തോന്നുന്നത് അവിടെ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിർത്തുക. വെറുതെ മൊത്തം അപ്ലൈ ചെയ്ത് മൂക്കൊരു വരുത്തരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചി ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഇത് നമ്മുടെ സാലിസിലിക് ആസിഡായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഇതാണ്, നമുക്ക് റൊട്ടീൻ ആയിട്ട് തന്നെ പറയാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് വരുന്നത് മനസ്സിലാക്കുക. നമ്മുടെ സ്കിന്നിൽ പോസ് ഉണ്ട്, ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്, അതിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പോസ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. പോസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ വെറും ഫോട്ടോഷോപ്പും മാർക്കറ്റിംഗ് ഗിമിക്കുമാണ്, ആർക്കും പോസ് ഇല്ലാതിരിക്കത്തില്ല. അപ്പൊ പോസ് നമ്മുടെ സ്കിന്നിന് വേണം. അല്ലാത്തത് പാവകളാണ്. നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ കൊടുക്കാൻ, നമ്മുടെ സ്കിന്നിന് ഹെൽത്തി ആയിട്ടും റിജുവനേറ്റ് ആയിട്ട് വെക്കാനൊക്കെ നമുക്ക് പോസ് വേണം. പക്ഷേ പോസിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയുന്നത് ഡെപ്ത്, അതൊക്കെ ആണ് നമ്മളെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഓപ്പൺ പോസ് ആയിട്ട് ഫീൽ ചെയ്യും, അതായത് വലിയ വലിയ പോസ് ആയിട്ട് ഓറഞ്ചിന്റെ അപ്പിയറൻസ് വരും. ആ സമയത്ത് പോസിനകത്തോട്ട് അപ്പിയറൻസ് അതിൽ ആ ചെറിയൊരു കുഴിയണൊക്കെ ഉണ്ടാവില്ല, അതിനകത്തോട്ട് നമ്മുടെ ഡെഡ് സ്കിൻ, നമ്മുടെ സ്കിൻ ഡെഡ് ആവുക, നമ്മൾ ഔട്ട് ലെയർ ഉണ്ടാവില്ലേ, അത് ഇളവിപ്പോ ഡെഡ് സ്കിൻ എന്ന് പറയും, അത് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ സ്കിൻ ബോഡി ഉണ്ടാക്കുന്ന ഓയിൽസ്, അതല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ, ഇതെല്ലാം കൂടി പോസ്റ്റിലിരിക്കും. ഇത് ഇരുന്നിട്ട് ആക്നെ വരും. ആക്നെ എന്ന് വെച്ചാൽ പിമ്പിൾസ് മാത്രമല്ല, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, മീലിയ, പാപ്യൂള്, നൊഡ്യൂൾ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്കിന്നിൽ വരും. ഇതിനകത്ത് ഒന്ന് മാത്രമാണ് ഈ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്. ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ അത് നമുക്ക് തോന്നും മോക്കുരു ആണോ എന്ന് ചോദിച്ചാൽ മോക്കുരുവല്ല, പക്ഷേ മോക്കുരുവിന്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് ആൾക്കാർക്ക് തെറ്റിദ്ധരണ വരും. എങ്ങനെയാന്ന് വെച്ചാൽ ഫംഗസ് ആണെങ്കിൽ ക്ലസ്റ്റർ ഫോമിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്, അതായത് ഒരേ കണക്കായിരിക്കും പല പല സ്ഥലത്ത് വരും. മാത്രമല്ല നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലായിരിക്കും ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ആക്നെ വരുന്നത്. ഇത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഇച്ച്നെസ് ഉണ്ടായിരിക്കും, റെഡിഷ് കളർ ആയിരിക്കും. നമ്മൾ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് അത് റാൻഡം ആയിട്ട് കുറെ
സ്പേസിലായിട്ടിരിക്കും. അപ്പൊ മാത്രമല്ല അതിനൊരു ഇച്ച്നെസ് ഒന്നും ഉണ്ടാവത്തില്ല, റെഡ് കളർ ഒന്നും ഉണ്ടാവത്തില്ല. അത് അവിടെ ഇരിക്കുന്നു, നമുക്ക് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് തൊടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്നല്ലാണ്ട് നമുക്ക് വേറെ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റി ഒന്നും തോന്നത്ത് പോലില്ല അത് അവിടെ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്. നിങ്ങൾക്ക് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഉള്ളതുകൊണ്ടാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് വരുന്നത്. അതായത് ഈ വൈറ്റ് ഹെഡ്സ് വന്നത് അത് ഒരു സ്കിൻ വന്ന കവർ ആകുമ്പോഴാണ് നമുക്ക് ഈ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് വരുന്നത്. നിങ്ങളിപ്പം പൊട്ടിക്കാൻ ഞാൻ പറയത്തില്ല, പണ്ടെപ്പോഴെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും പൊട്ടിച്ചിട്ടുള്ള ആൾക്കാരടുത്ത് പോയി ചോദിക്കാൻ നിങ്ങളത് പൊട്ടിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, ഒരു വൈറ്റ് കളർ സാധനമായിരിക്കും കിട്ടുന്നത്. അതാണ് നമ്മുടെ വൈറ്റ് ഹെഡ്സ് ആണ് കേട്ടോ അത്. അപ്പൊ അതാണ് കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെ മാറ്റണം എന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ട് ഫേസ് വാഷ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സിന്റെ ഒക്കെ ഫോർമേഷന് കാരണം പോസിനകത്ത് ഇരിക്കുന്ന ഈ ഡെഡ് സ്കിന്നും അല്ലെങ്കിൽ പൊല്യൂഷൻസും ഓയിൽനെസ്സും ഒക്കെ ഇല്ല, അത് കളയാനായിട്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നയാസിനമൈഡ് സെറമാണ്. നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യേണ്ടെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് മോയ്സ്ചറൈസറിലോട്ട് പോവാം. ഒരു നയാസിനമൈഡ് സെറമാണ്. കാര്യം എന്ന് വെച്ചാൽ നയാസിനമൈഡ് നമ്മുടെ ഓപ്പൺ പേഴ്സൺ അപ്പിയറൻസ് കുറയ്ക്കാനും ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനും എന്നാൽ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യുക. നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാൻ വേണമെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നെങ്കിൽ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മോയ്സ്ചറൈസർ എടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ചും ലാസ്റ്റ് ഭാഗങ്ങളിലോട്ടൊക്കെ നോക്കിയാൽ മതി. അവിടെ നമുക്ക് കോക്കനട്ട് ഓയിലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പേരുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊമഡോജനിക് ആയിട്ടുള്ള ഏജന്റ് തോന്നുന്നുണ്ട്, ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഗൂഗിൾ അപ്ലോഡ് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് കിട്ടും. അപ്പൊ അത് കൊമഡോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ സാധനം യൂസ് ചെയ്യുക. അതല്ല ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഫ്രീ ആയിട്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് മോർണിംഗിൽ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. ക്രീമി ലോഷൻ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റിൽ വരുമ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഡബിൾ ക്ലീൻസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഒന്നുകിൽ ഒരു ഗാർണിയറിന്റെ നിങ്ങൾക്ക് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ക്ലെൻസിങ് ഓയിൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. രണ്ടാമത് നിങ്ങൾ ഏതാണോ ഫേസ് വാഷ് മോർണിംഗ് യൂസ് ചെയ്ത് അത് തന്നെ നൈറ്റിൽ യൂസ് ചെയ്താൽ മതി. മൂന്നാമത് മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾ 24 ഏജ് ഏപ്പോ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ സെറം ആഴ്ചയിൽ 3 പ്രാവശ്യം യൂസ് ചെയ്യാം. ടീനേജേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ നയാസിനമൈഡ് സെറം അത് റെറ്റിനോളിന് പകരം യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസർ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശുഭം. അപ്പം നിങ്ങൾക്ക് ആ ഒരു റൊട്ടീൻ മനസ്സിലല്ലേ. നമ്മൾ ഓൾറെഡി ഇതിന്റെ ക്ലോസ്ഡ് കോമ്പൗണ്ട്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് കടക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായ ഇത് പറഞ്ഞുതരാം. റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണെങ്കിൽ ഞാൻ ഐക്കാർഡിൽ ആ ക്ലോസ്ഡ് കോമ്പൗണ്ട്സിന്റെ വീഡിയോ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, റെറ്റിനോൾ. ടീനേജേഴ്സ് ആണെങ്കിൽ സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ് മാത്രം മതി. പിന്നെ ഹൈൽഡ്രോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. പിന്നെ നിങ്ങൾക്ക് മിലിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് കോമ്പൗണ്ട്സിന്റെ മിലികൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മിലിയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ യൂസ് ചെയ്ത് ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവും എന്നല്ലാണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് വരാൻ പോകില്ല. പ്രത്യേകിച്ച് മിലിയ കണ്ണിന്റെ അടിയിലൊക്കെയാണ് വരുന്നത്. അത് കുട്ടിയൊക്കെ കാണും, വലിയ കുഞ്ഞു വാവാസും ബേബീസും മിലിയ വരാറുണ്ട്, വലിയ ആൾക്കാർക്ക് മിലിയ വരാറുണ്ട്. നമ്മൾ റെറ്റിനോളും ട്രെറ്റിനോയിലും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ ട്രെറ്റിനോയിലൊക്കെ എടുത്തിട്ട് നമ്മൾ പരിധിവരെ കുറയ്ക്കാമെങ്കിലും കരിച്ചു കളയുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ട്യൂസ്ഡേയുടെ Q&A ആയിരുന്നു. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, നമുക്ക് ഫ്യൂച്ചറിൽ Q&A ചെയ്ത് തീർക്കാൻ പറ്റും. Till then, it's Lakshmi signing off. Ta-ta.